Hi friends, it's me Sanuf. 2020 അവസാനത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ചാനലിൽ. ഒരുപക്ഷേ നമ്മുടെ ഈ ചാനലിലെ തന്നെ അവസാനത്തെ വീഡിയോ ഇതായിരിക്കും. സോ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ 2020 റീവൈൻഡ് ആയിട്ട് നമുക്ക് പറയാം. അതായത് 2020 സ്റ്റാർട്ടിങ് മുതൽ ഓൾമോസ്റ്റ് ഇന്ന് വരെയുള്ള പല പ്രധാനപ്പെട്ട ഇൻസിഡൻസും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 353 വീഡിയോസ് ഈ ഒരു വർഷ കാലയളവിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത് പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ 2020 സംഭവിച്ച എൻ്റെ പേഴ്സണൽ ദുരന്തങ്ങളെ പറ്റിയും നിങ്ങളോട് പറയുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. 2020 തുടക്കം തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാനത് സ്റ്റാർട്ടിങ് മുതൽ പറയാം. 2019 ഡിസംബർ മാസത്തായിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം നടക്കുകയായിരുന്നു. അപ്പൊ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയത്ത് ഇവിടെ കുറേയധികം പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രൊട്ടസ്റ്റ് കാരണം തന്നെ ഏതോ ഒരു എക്സാം ജാനുവരിയിലോട്ട് മാറ്റപ്പെട്ടു അടുത്ത വർഷം. സോ മാറ്റപ്പെട്ട എക്സാം ജാനുവരി 1-ാം തീയതി തന്നെ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ഞാൻ ആക്ച്വലി രാജസ്ഥാനിലെ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ യാത്ര കഴിഞ്ഞ് ഐ തിങ്ക് ജാനുവരി 25-26 ആയിട്ട് ഞാൻ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 ദിവസം ഉണ്ട്, എക്സാമും ഉണ്ട്. സോ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തു. എക്സാം എഴുതാനായിട്ട് ജാനുവരി 1-ാം തീയതി തന്നെ കോളേജിലോട്ട് പോയി. സോ കോളേജിലോട്ട് പോയപ്പോൾ എക്സാം ഓൾമോസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എക്സാം കഴിയാറായി. ഒരു 100 മാർക്സിന്റെ എക്സാം ആണ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 80-85% ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ എക്സാം ഹാളിലുണ്ട്. സോ ഫ്രണ്ട്സ് ഫ്രണ്ടിലുണ്ട്, അതുപോലെ ബാക്കിലും ഉണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ബാക്കിലിരുന്ന ഒരുത്തൻ, അവൻ നമ്മള് ചെറിയൊരു ബിറ്റ് ഉണ്ടായിരുന്നു അവന്റെ കയ്യിൽ. അപ്പൊ അത് അവൻ എൻ്റെ ഫ്രണ്ടിലുള്ള ഒരുത്തനെ പാസ് ചെയ്യാൻ വേണ്ടി തന്നു. അപ്പൊ ഞാനത് പാസ് ചെയ്യാൻ വേണ്ടി വാങ്ങി, എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അത് പാസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എന്നെ സാറ് കണ്ടു. സോ എനിക്കാണെങ്കിൽ ഇത് അവരുടെ ആണ്, അവൻ തന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മള് ഫ്രണ്ട്ഷിപ്പിന് പൊതുവെ അങ്ങനെ ഒരു മൂല്യം കൊടുക്കുന്ന ആളാണ്. ഞാനെന്നല്ല, ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പൊ ഞാൻ ഒന്നും പറയാൻ നിന്നില്ല. ഞാൻ അങ്ങനെ ഉള്ള കാര്യം പറഞ്ഞു. പക്ഷെ അതിലുള്ളതൊന്നും എന്റെ പേപ്പറിൽ എഴുതിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതൊരു കാര്യമാക്കിയില്ല. അങ്ങനെ ജാനുവരി 1-ാം തീയതി എനിക്ക് ആദ്യമായിട്ട് ഡി ബാർ കിട്ടി. ഇതുവരെ എനിക്ക് അങ്ങനെ ഡി ബാർ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഡി ബാർ കിട്ടി. അങ്ങനെ ആദ്യത്തെ ഒരു പേപ്പർ സപ്ലി വന്നു. പിന്നെ ആ പേപ്പർ ഇപ്പൊ റീസെന്റ് ആയിട്ടായിരുന്നു എഴുതിയത്. അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല, വരുമെന്ന് വിചാരിക്കുന്നു. സോ 1-ാം തീയതി തന്നെ നല്ലൊരു തുടക്കമായിരുന്നു എനിക്ക് സംഭവിച്ചത്. പക്ഷേ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിലൊന്നും. പക്ഷെ അന്നേ ദിവസം തന്നെ നമ്മുടെ ചാനലില് 2020 ആദ്യത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാരുടെ ഒരു സ്റ്റോറി ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ആ വീഡിയോക്കൊന്നും അത്ര വ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ ജാനുവരി 2-ാം തീയതി ഞാൻ വേറൊരു വീഡിയോ ചെയ്തു. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സുമായി ബന്ധപ്പെടുത്തിയിട്ടും പിന്നെ കുറച്ച് ശിശുമരണ നിരക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിൽ സംസാരിച്ചത്. സോ ആ ഒരു വീഡിയോയുടെ തമ്പനയില് ഒരു ക്ലിക്ക് ബൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂസ് ലഭിച്ചു. അതിനുശേഷം പിന്നീട് ഓസ്ട്രേലിയ ഫോറസ്റ്റ് ഫയർ വന്നു, അതിനെപ്പറ്റി സംസാരിച്ചു. അതിനിടയിലായിരുന്നു ഖ്വാസിം സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ അറ്റാക്കിലൂടെ വധിച്ചത്. സോ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു വേൾഡ് വാർ 3 തുടങ്ങുമെന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു പിന്നീട് അങ്ങോട്ട് മുഴുവൻ വീഡിയോസും. ഓൾമോസ്റ്റ് ഒരു 10-15 വീഡിയോസ് ആ സീരീസിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ അതിനും അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ജാനുവരി മാസം നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ആയി. ഫെബ്രുവരി മാസം കോവിഡിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ടൈം ആയിരുന്നു. ചൈനയിൽ കോവിഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പൊ തന്നെ ഒരു വീഡിയോ ചെയ്തു, എന്താണ് കോവിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം കേരളത്തില് ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തു, അതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ അതൊരു ഗ്യാപ്പ് വന്നു. അടുത്തായിട്ട് വേറെ കുറെ അധികം നമ്മൾ ഹിസ്റ്റോറിക്കൽ ടോപ്പിക്സ്, അഫ്ഗാനിസ്ഥാന്റെ സ്റ്റോറി, സിറിയയുടെ സ്റ്റോറി, അങ്ങനെ കുറെ അധികം കാര്യം സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയിൽ പെട്ടെന്ന് കോവിഡ് ഒന്ന് ലോകം മുഴുവനും അങ്ങനെ കയറിപ്പോവായിരുന്നു. സോ കോവിഡ് ആയിരുന്നു പിന്നെ കംപ്ലീറ്റ് വിഷയം. അതിനിടയിൽ ഞാൻ ചെയ്ത ഒരു 2-3 വീഡിയോസ് യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തു. ക്യൂബയുടെ ഒരു വീഡിയോ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ആ ഒരു 2 മാസമൊക്കെ നല്ല കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഇതിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ജാനുവരി മാസവും ഫെബ്രുവരി മാസവും മാർച്ച് മാസം ഏപ്രിൽ മാസം ഒന്നും എനിക്ക് റവന്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ടൈമിൽ വ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു ലോക്ക്ഡൌൺ കാരണം തന്നെ അഡ്വർടൈസ് ചെയ്യാനായിട്ടുള്ള കമ്പനീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കൂടാതെ എൻ്റെ കുറേയധികം വീഡിയോസ് അഡ്വർടൈസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല. അങ്ങനെ കുറേയധികം പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ റവന്യൂ ഒന്നും ഞാൻ നോക്കിയിരുന്നില്ല. ഈവൻ കോളേജ് കഴിഞ്ഞിട്ട് യൂണിഫോം ഇട്ടിട്ട് അതേപോലെ തന്നെ വീഡിയോ ഷൂട്ട്
ചെയ്തിട്ടുള്ള അനുഭവമൊക്കെ എനിക്കുണ്ട്. ട്രെയിനിൽ വരുന്ന സമയത്തായിരുന്നു ടോപ്പിക് പ്രിപ്പയർ ചെയ്യുന്നത്. വീട്ടിൽ വന്ന് അപ്പം തന്നെ ഷൂട്ട് ചെയ്യും. ഒരു 6 മണിയാകുമ്പോഴേക്ക് ഷൂട്ട് ചെയ്ത് 7 മണിക്കുള്ള ഇടണം വിചാരിക്കും. അങ്ങനെ 7 മണി വീഡിയോ ഇട്ടിരുന്ന ഞാൻ പിന്നെ 8 മണിയായി, 9 മണിയായി, ഇപ്പൊ 10 മണിക്കൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. റീസെന്റ് ആയിട്ട് പോലും 11:30 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഒരു വീഡിയോ ഇടണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മള് ഒരു ഫെബ്രുവരി മാസം കഴിഞ്ഞു, ഏപ്രിൽ എത്തി, അങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് വല്ലാത്തൊരു സങ്കടം മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ 20 പട്ടാളക്കാര് വീരമൃത്യു വരിച്ചപ്പോ. സോ അവരുടെ ഒരു വീരമൃത്യു എല്ലാവർക്കും ഒരു ഊർജ്ജമായിരുന്നു. നമുക്കൊക്കെ ആ ടൈമിൽ ചൈനയെ കൊല്ലാനുള്ള ഒരു കലിപ്പുണ്ടായിരുന്നു. സി ജിൻപിങ് ഒക്കെ അപ്പോ നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ ആളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അത്രയധികം ഒരു വെറി നമ്മുടെ എല്ലാവരുടെ മനസ്സിലും വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ടൈമായിരുന്നു പിന്നീട് കടന്നുപോയത്. ലോക്ക്ഡൌൺ വന്നു. ലോക്ക്ഡൌണിന്റെ ഇടയിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വന്നു. അങ്ങനെ പലതരത്തില് ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇയർ ആയിട്ട് 2020 മാറി വന്നിരുന്നു. സോ എനിക്ക് പൊതുവെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം വന്ന പോലെ തന്നെ അവസാനവും പ്രശ്നം വന്നു. ഞാനൊരു 2 മാസമായിട്ടുള്ള ഒരു 1.5 മാസം മുമ്പായിട്ട് ഒരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. EMI യിലായിരുന്നു വാങ്ങിയത്. പക്ഷെ ആ ഫോണ് ഒരു 1 വീക്ക് മുൻപായിട്ട് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. സോ ആ ഫോണ് പോയി. അതും ഈ ഒരു അവസാനമായിട്ടാണ് പോയത്. സോ 2020 പൊതുവെ എനിക്ക് കുറേയധികം പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത് എന്നതിനെ പറ്റി കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ റീവൈൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മളെ കുറേയധികം ആൾക്കാർ വിട്ടുപിരിഞ്ഞിരുന്നു. മറഡോണ, പിന്നെ നമ്മുടെ തന്നെ സിനിമയിലുള്ള കുറേയധികം ആൾക്കാർ, ഇത് കൂടാതെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. ഞാൻ കുറെ ആൾക്കാരുടെ പേര് ഓർക്കുന്നില്ല. പക്ഷെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ എല്ലാവർക്കും ഒരു സ്വർഗം ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുകൂടെ ഞാനൊരു വീഡിയോയുടെ അവസാനത്തിലായിട്ട് പോവുകയാണ്. സോ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, അതായത് 2020 അവസാനത്തെ വീഡിയോയും ഒരുപക്ഷെ നമ്മുടെ ചാനലിലെ തന്നെ അവസാനത്തെ വീഡിയോയും ഇതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, കാരണം 2020 തന്നെ ഞാൻ വേറെ കുറേയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ആ പ്രശ്നമൊന്നും എന്നെ ഇതുവരെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ സ്റ്റാർട്ടിങ് ടൈംസിൽ വീഡിയോയിൽ എൻ്റെ മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു നമ്പറൊക്കെ യൂസ് ചെയ്തിട്ട് പല ആൾക്കാരും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് തെറി വിളിക്കുക, ഫോൺ വിളിച്ച് തെറി വിളിക്കുക, അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ അധികം ആരുടെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവന്മാർ തിരിച്ച് അതേ നമ്പർക്ക് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ വിട്ടു. പിന്നെ കുറെ അധികം കോൾസ് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ നമ്പർ ചേഞ്ച് ചെയ്തു. പിന്നെ വേറൊരു നമ്പറാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. സോ ആ നമ്പറിൽ അത്യാവശ്യം നല്ലൊരു കോണ്ടാക്ട് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി. അതിൽ നല്ല നല്ല ആൾക്കാരുണ്ട്. അതിലൊക്കെ നിങ്ങൾക്കും ഒരു ഭാഗമാകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. കുറേയധികം നല്ലൊരു ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അവിടെ ചർച്ച നടത്തുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് 2020 അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് നല്ല നല്ല കാര്യമാണ്. പിന്നെ വലിയൊരു കമ്മ്യൂണിറ്റി എനിക്ക് നേടാൻ സാധിച്ചു. 30,000 എന്ന് പറയും, 31,000 എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കമ്മ്യൂണിറ്റി ഒന്നല്ല. പക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് 2020 ബിൽഡ് ചെയ്യാൻ പറ്റി. അത് മേ ബി ഞാനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ടായിരിക്കാം. ആ വീഡിയോ കാണാനുള്ള നിങ്ങളുടെ താല്പര്യം വർദ്ധിച്ചുകൊണ്ടാകാം. പിന്നെ 2020 തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഈ ഒരു ദിവസങ്ങളിലെ എൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. 2020 സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തെറ്റുപറ്റി, പിന്നെ സംസാരിക്കാൻ പറ്റാതാകുക, അങ്ങനെ കുറേയധികം പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ അത് നല്ലൊരു ഒഴുക്കിലിങ്ങനെ വന്നു തുടങ്ങി. ഒരു വീഡിയോ ചെയ്യാനായിട്ടെന്നുള്ളൊരു താല്പര്യം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെ എന്തോ ഒരു കാര്യം ചെയ്യാത്തൊരു ഫീല് വരുന്നുണ്ടാവും. സോ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉണ്ടായി. സോ ഈ ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ ചാനലിലെ അവസാനത്തെ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ചാനല് പൂട്ടിപ്പോകണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവർക്ക് 2020 കുറേയധികം പ്രശ്നങ്ങൾ നേടിയിട്ടുണ്ടാവും. സോ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കാര്യമെന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തമ്പനെയിലും സ്റ്റാർട്ടിങ്ങിലും അങ്ങനെ പറഞ്ഞത്. 2021 360 ദിവസങ്ങളിലും വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി അതുവരെ ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഈ ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ചാനല് എത്ര ആൾക്കാർ ഇനി വരുമെന്നോ അല്ലെങ്കിൽ എത്ര ആൾക്കാർ പോകുമെന്നോ എനിക്കറിയില്ല. പക്ഷെ എത്ര ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും, ഒരു 10 ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരു പാഷനാണ്. സോ അതിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതുകൂടെ പറയാനുണ്ട്. സോ 2021 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കുറേയധികം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ജിയോ പൊളിറ്റിക്സിൽ വലിയ കുറേയധികം ചേഞ്ചസ് 2021 വന്നേക്കാം. സോ അങ്ങനെ കുറെ കാര്യം നടക്കുന്നുണ്ട് ചുറ്റിപ്പറ്റിയിട്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് സംസാരിക്കാം. സോ നിങ്ങൾക്ക് 2021 എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് തോന്നുന്നത്, അതിനെപ്പറ്റിയും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക.
സോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ 2020 നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത ഒരു നല്ല അനുഭവമോ അല്ലെങ്കിൽ ചീത്ത അനുഭവമോ ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു മൊമെന്റ് ആയിട്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാം. സോ 2020 ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് 2020 രണ്ട് കൈ നീട്ടി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഈ ഫാമിലിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.